നമ്മുടെ പുതിയ CPO ലിസ്റ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നലെയാണ് നമ്മുടെ CPO ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞത്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ സമരമൊക്കെ അവസാനിപ്പിച്ചത് ഇന്നലെയായിരുന്നു. ഇപ്പോൾ നമുക്ക് മലപ്പുറം സ്പെഷ്യൽ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. 537/2022 കാറ്റഗറി നമ്പർ നമുക്കറിയാം. പിന്നെ 741 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 52% പാസ് പെർസെൻറ്റേജ്, അതായത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പാസ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ലിസ്റ്റിലും നമുക്ക് ഏകദേശം ഒരു 50%, 50 to 55% പ്രതീക്ഷിക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് നമുക്കറിയാം, അതേപോലെ തന്നെ ഇടുക്കിയുടെ ലിസ്റ്റും വന്നിട്ടുണ്ട്. ഇടുക്കിയിലും 494 പേരുടെ മെയിൻ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ലിസ്റ്റൊക്കെ നല്ല രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം കട്ട് ഓഫ് ഒക്കെ 45-നും 50-ഒക്കെ ഇടയിലാണ് വന്നതെന്ന് നമുക്കറിയാം. അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇതൊക്കെ എന്താ പറയുക, ഇനി CPO എക്സാമൊക്കെ എഴുതാൻ പോകുന്നവർക്കുള്ള പെർഫെക്റ്റ് ഉദാഹരണമാണ്. ഓക്കെ, നിങ്ങൾ ഇനി 50-നും 55-നും 60-നും 65-നും മേലയിലൊക്കെ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാമല്ലോ 2 മാസം കഴിഞ്ഞാൽ അടുത്ത CPO എക്സാം വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് 70-നും 60-നും ഒക്കെ ഇടയിലായിരിക്കണം. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ചുമ്മാ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമുക്ക് ഈ ആഴ്ച കൊണ്ട് തന്നെ മിക്ക ലിസ്റ്റും, ഈ ആഴ്ച ഒന്നും ആവില്ല, മിക്കവാറും 2 ദിവസം കൊണ്ട് തന്നെ എല്ലാ ലിസ്റ്റിൻ്റെയും PSC പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എനിവേ, കൺഗ്രാജുലേഷൻ ഫോർ ദ പീപ്പിൾ ഹു ഹാവ് made into the rank list. Okay.